നമസ്കാരം, ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു ബേക്ക്ഡ് പോർക്ക് റിബ്സിൻ്റെ റെസിപ്പിയാണ്. പോർക്ക് റിബ്സ് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അത് എല്ലിൻ്റെ കൂടെ കുറച്ച് മീറ്റും കുറച്ച് ഫാറ്റും ഒക്കെ ആയിട്ട് കിട്ടുമ്പം എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം ഈ പോർക്ക് റിബ്സ് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നും എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് 1/4 കപ്പ് ടൊമാറ്റോ സോസ് വേണം, അതുപോലെ 1/4 കപ്പ് തേൻ വേണം, ഹണി, പിന്നെ 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, പിന്നെ നമുക്ക് ഗരം മസാല വേണം 1 ടീസ്പൂൺ, അതുപോലെ ബ്രൗൺ ഷുഗർ 1 ടേബിൾ സ്പൂൺ വേണം, ഉപ്പ് വേണം, അതുപോലെ പെപ്പർ പൗഡർ കുരുമുളക് പൊടി അതും വേണം ഓരോ ടീസ്പൂൺ വീതം. പിന്നെ നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ വേണം. ഇത് പോർക്ക് റിബ്സ് ഞാൻ 1 കിലോ ആണ് എടുത്തേക്കുന്നത്. ഇനി ഈ പോർക്ക് റിബ്സ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/4 കപ്പ് നമുക്ക് ടൊമാറ്റോ സോസ് വേണം, ഒരു ബൗളിലേക്ക് ചേർക്കാം. 1/2 കപ്പായി. ഇനി ഒരു 1/4 കപ്പും കൂടി. ഇതാ നമ്മൾ 1/4 കപ്പ് ടൊമാറ്റോ സോസ് ചേർത്തു. ഇനി 1/4 കപ്പ് ഹണിയാണിത്, ഇതും ചേർക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് സോയാ സോസ്. ഇത് ലൈറ്റ് സോയാ സോസാണ്. ഇത് 2 ടേബിൾ സ്പൂൺ ചേർക്കണം. ബ്രൗൺ ഷുഗർ ചേർക്കാം 1 ടേബിൾ സ്പൂൺ. അതുപോലെ ഇത് വിനാഗിരിയാണ്, ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കണം, അതുപോലെ കുരുമുളക് പൊടിയും ചേർക്കണം. കുരുമുളക് പൊടിയും ഉപ്പും നിങ്ങൾക്ക് പാകത്തിന് നോക്കിയിട്ട് ചേർത്താൽ മതി. ഉപ്പ് അധികം ചേർക്കേണ്ട ആവശ്യമില്ല, സോയാ സോസിലൊക്കെ ഉപ്പുണ്ട്. നമ്മൾ ഈ 1 കിലോ പോർക്ക് റിബ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കിയ മാരിനേഷൻ നമ്മൾ പകുതിയോളം ചേർക്കുകയാണ്. നമുക്കൊരു ട്രേയിലോട്ട് ഇത് വയ്ക്കാം. ഈ പോർക്ക് റിബ്സിൽ നമ്മൾ ഈ മാരിനേഷനൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി 1 മണിക്കൂർ നമ്മൾ ഓവനിൽ വെച്ച് നമ്മളൊന്ന് ബേക്ക് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ 200 ഡിഗ്രി സെൽഷ്യസിലാണ്, അത്രയും ചൂടിൽ ചൂടാക്കിയിട്ടേക്കുന്ന ഓവനിലാണ് 1 മണിക്കൂർ വെച്ച് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. പോർക്ക് റിബ്സ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചേക്കുവാണ്. നമുക്ക് പോർക്ക് റിബ്സ് ബേക്ക് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ കൂടെ സെർവ് ചെയ്യാനുള്ള സോസ് റെഡിയാക്കാനുണ്ട്. പോർക്ക് റിബ്സിൻ്റെ മാരിനേഷനാണ്, അതിൽ പുരട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയ മാരിനേഷനാണ്. ഇത് നമ്മളൊരു സോസ് പാനിൽ ഒഴിച്ചിട്ട് കുറച്ച് നിങ്ങൾക്ക് ബീഫ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം ചേർക്കുവാണ്. നമ്മൾ ഈ മാരിനേഷൻ, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഹണിയും അതുപോലെ ടൊമാറ്റോ സോസ്, സോയാ സോസ്, ബ്രൗൺ ഷുഗർ, പിന്നെ ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ടുള്ള മാരിനേഷനായിരുന്നു. പിന്നെ സോൾട്ട്, പെപ്പർ എല്ലാം ഉണ്ട്. നമ്മൾ ആ മാരിനേഷൻ നമ്മൾ റെഡിയാക്കിയത് പകുതിയാണ് നമ്മൾ പോർക്കിൻ്റെ റിബ്സിൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളൂ. ബാക്കി പകുതി കുറച്ച് വെള്ളവും ചേർത്ത് ഞാനൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ്. ഒന്ന് തിക്കായി കഴിയുമ്പോൾ, സോസ് കൺസിസ്റ്റൻസിയിൽ ആയിക്കഴിയുമ്പോൾ നമുക്ക് തീ നിർത്താം. എന്നിട്ട് ഇത് വേണം നമ്മുടെ പോർക്ക് റിബ്സ്, ബേക്ക്ഡ് പോർക്ക് റിബ്സിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട്. ഇതാ നമ്മുടെ സോസ് കുറുകിയിട്ടുണ്ട്. ഇനി ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി കിട്ടും, നമുക്ക് തിക്കായിട്ട് കിട്ടും. നമുക്ക് സ്റ്റൗ നിർത്താം. ഇനി പോർക്ക് റിബ്സ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് റെഡി ആവുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ പോർക്ക് റിബ്സ് നന്നായിട്ട് വെന്ത് റെഡിയായിട്ടിരിക്കുന്നുണ്ട്. നമുക്കിനി നമ്മൾ സോസ് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. ഈ സോസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് വയ്ക്കാം. ഇതാ നമ്മുടെ ബേക്ക്ഡ് പോർക്ക് റിബ്സ് റെഡിയായി. നമുക്കിനി ഒന്ന് സ്പ്രിംഗ് ഓണിയൻ മേളിൽ തൂക്കിയിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിന്ന് തയ്യാറാക്കിയത് പോർക്ക് റിബ്സ് ആണ്. ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട, പക്ഷെ നമ്മുടെ ടേസ്റ്റ് ബഡ്സിനൊക്കെ പറ്റുന്ന ഒരു ബാർബിക്യൂ സോസിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്ന ഒരു പോർക്ക് റിബ്സ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.